ഭക്തിസാന്ദ്രമായി ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിലെ വിശുദ്ധ അന്തോണീസിന്റെ തിരുശേഷിപ്പ് പ്രദക്ഷിണം. വിശുദ്ധന്റെ അഴുകാത്ത നാവിന്റെ തിരുശേഷിപ്പ് പേടകത്തിൽ നിന്ന് പുറത്തെടുത്ത് പ്രദക്ഷിണമായി എത്തിയത് വിശ്വാസികളുടെ മനം നിറച്ചു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം തീർത്ഥാടകരുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇന്ത്യയിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ ദേവാലയത്തിൽ മെയ് 14 നടക്കുന്ന ചരിത്രപ്രസിദ്ധമായ ഊട്ടുതിരുനാളിന് ഒരുക്കമായുള്ള നവനാൾ ചൊവ്വയുടെ സമാപനത്തോടനുബന്ധിച്ചാണ് തിരുശേഷിപ്പ് പ്രദക്ഷിണം നടത്തിയത്. അഭിവന്ദ്യ ജോസഫ് കേളന്തറ പിതാവ് പ്രതിഷ്ഠ നടത്തിയ വിശുദ്ധ അന്തോണീസിന്റെ അഴുകാത്ത നാവിന്റെ തിരുശേഷിപ്പ് പേടകത്തിൽ നിന്ന് പുറത്തെടുത്ത് പ്രദക്ഷിണമായി വിശ്വാസികളുടെ അരികിൽ പൊതുവണക്കത്തിനായി കൊണ്ടുവന്നത് വിശ്വാസികൾക്ക് ഭക്തിസാന്ദ്രമായ അനുഭവമായി. രാവിലെ 6:15 മുതൽ വൈകിട്ട് 6:30 വരെ തുടർച്ചയായി ദിവ്യബലി, നൊവേന, ആരാധന, തിരുശേഷിപ്പ് പ്രദക്ഷിണം എന്നിവയും നടന്നു. തിരുകർമ്മങ്ങളിൽ പങ്കുകൊള്ളുന്നതിനും വിശുദ്ധന്റെ തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും വിശുദ്ധ അന്തോണീസിന്റെ അത്ഭുതരൂപം ദർശിക്കുന്നതിനും പൊന്നാവ് നേർച്ചയ്ക്കും അടിമസമർപ്പണത്തിനും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം തീർത്ഥാടകരുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ, ഫാദർ ആന്റണി ചില്ലിട്ടശ്ശേരി, ഫാദർ അജയ് ആന്റണി പുത്തൻപറമ്പിൽ എന്നിവർ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. മെയ് മാസം 7-ാം തീയതി അടുത്ത ചൊവ്വാഴ്ച ആഘോഷമായിട്ടുള്ള കൊടിയേറ്റത്തോടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു. രാവിലെ 10:15 കൊടിയേറ്റം. കണ്ണൂർ ബിഷപ്പ് അഭിമന്യ അലക്സ് വടക്കുന്തല പിതാവ് ഇവിടെ വന്ന് ആ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് 5:30 ആഘോഷമായിട്ടുള്ള ദിവ്യബലിയും നൊവേനയും ഉണ്ടായിരിക്കും. 14-ാം തീയതി ആണ് ആഘോഷമായ സൗഖ്യദായകമായ ഊട്ടുതിരുനാള്. അന്ന് കോട്ടപ്പുറം ബിഷപ്പ് അംബ്രോസ് പുത്തൻവീട്ടിൽ പിതാവ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന തിരുനാൾ ദിവ്യബലി 10:30 10:15 അദ്ദേഹം ഊട്ടുനേർച്ച ആശീർവദിക്കുന്നു. അപ്പം മുതൽ ഊട്ടുനേർച്ച വിതരണം ആരംഭിക്കും. രാത്രി വൈകുന്നത് വരെ ഇവിടെ വരുന്ന എല്ലാ വിശ്വാസികൾക്കും ഊട്ടുനേർച്ച ഭക്ഷണമായിട്ട് സൗഖ്യദായകമായിട്ടുള്ള നൽകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പറവൂർ. കാൽനൂറ്റാണ്ടിന്റെ പൊൻതിളക്കത്തോടെ പറവൂർ വൈപ്പിൻകരയുടെ സ്വന്തം കവിതാ ജ്വല്ലറി ഇപ്പോൾ ഏറെ പുതുമകളോടെ. കവിതാ ജ്വല്ലറി ചെറായി, ഒരു ദേശത്തിന്റെ സുവർണ പാരമ്പര്യം.